ഡാ സീറ്റിന് വേണ്ടി നീ അലക്സിന്റെ കാല് പിടിച്ചത് ഞാൻ അറിഞ്ഞു. നിനക്ക് നാണമില്ലേടാ? എത്ര തവണ നിന്റെ കാല് പിടിച്ച് പറഞ്ഞു ഒന്ന് മാറിത്തരാൻ? അത് നീ ചെയ്യാത്തോണ്ടല്ലേ എനിക്ക് ആ കുരങ്ങന്റെ കാല് പിടിക്കേണ്ട വന്നത്. നിന്റെ പേര് ചൗധരിയുടെ ലിസ്റ്റിലുണ്ട്. പക്ഷെ അലക്സ് നിനക്ക് സീറ്റ് തരുമെന്ന് തോന്നുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയാലോ? എന്ത് കാരണം? എനിക്കറിയാം നീയും അയാളും ചേർന്നൊരു ഒത്തുകളിയാണെന്ന്. അല്ലെങ്കിൽ ഞാനും നീയും അയാളുടെ ശത്രുവായി ഈ അച്ഛൻ്റെ മക്കളല്ലേ. പിന്നെ എന്താണ് എന്നെ മാത്രം ഒരു ഒഴിവാക്കല്? എനിക്കറിയാം നിങ്ങൾ ചേർന്നൊരു ഗ്രൂപ്പ് കളിയാണ് ഇതെന്ന്. നിനക്ക് എന്തറിയാടാ? അലക്സ് ചെയ്തതേ നീ മറന്നു കാണും. എനിക്കതിന് പറ്റത്തില്ല. അമ്മയെ കണ്ട ഓർമ്മ നിന്നേക്കാ കൂടുതലേ എനിക്കാ. അയാളെ ഞാൻ അങ്ങനെ വെറുതെ വിടത്തില്ല. അപ്പോ UDP സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാൻ പോവാണ്. വാർഡ് 4 MK ഗുണപാൽ, വാർഡ് 5 KP സുനന്ദ, 7 PK കുഞ്ഞപ്പൻ, 9 സുകുമാരൻ നായർ, 11 റഷീദ, 14 PP ടോണിക്കുട്ടൻ. എന്താണ് 6 സീറ്റിൽ മാത്രം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്? ബാക്കിയുള്ള സീറ്റുകളിൽ പ്രഖ്യാപിക്കാത്തതിന് പിന്നിൽ ഗ്രൂപ്പ് തർക്കമാണോ? ഒരു തർക്കവുമില്ല. ഘട്ടം ഘട്ടമാണല്ലോ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കോ. ഈ ലിസ്റ്റിൽ KP ഇല്ലല്ലോ. ശരിക്കും ഗ്രൂപ്പ് തന്നെയാണ് യഥാർത്ഥ പ്രശ്നം. സോറി, നോ കമന്റ്സ്. എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കും. CM പുഷ്കറിന്റെ സ്ഥിരം വാർഡിൽ മറ്റൊരാളാണല്ലോ മത്സരിക്കുന്നത്. പുഷ്കറിന് അടുത്ത ലിസ്റ്റിലുണ്ടാവുമോ? അലക്സിന്റെ ഗ്രൂപ്പുകാരനായ പുഷ്കറിനെ തന്നെ അയാൾ വെട്ടിയോ? ഇതെന്താ അടവ്? അത് അലക്സിന്റെ അടവല്ല, എൻ്റെ ഒരടവാ. അമ്മയെ ബോംബെറിഞ്ഞ കൈയല്ലേ, അതിനീ പഞ്ചായത്തിൽ വേണ്ട. ഈ പാർട്ടിക്ക് വേണ്ടി എന്തുമാത്രം തല്ലുകൊണ്ടെന്ന് അറിയോ? ഞാൻ എന്തൊരു പോസ്റ്റർ എവിടെ ഒട്ടിച്ചെന്നറിയോ? ദേ മണം നോക്കി, മൈദന മണം നോക്കി. ഇപ്പോഴും പോയിട്ടില്ല. താങ്കൾ ഇത് പ്രതീക്ഷിച്ചിരുന്നോ? എന്ത് സാറേ, ഇത് ഗ്രൂപ്പ് പ്രവർത്തനം കൊണ്ടുണ്ടായിട്ടുള്ളതാണോ? എവിടെ? ചക്കരക്കുടത്തിന്റെ അമരത്ത് KP ഞങ്ങൾക്ക് വേണം. KPക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പ്രവർത്തകർ 50 പേര് ആത്മഹത്യയും. കേരള KPയുടെ പരപ്പുറത്ത് ആത്മഹത്യയും. കേരളം നിന്ന് കത്തും. ഇങ്ങനൊന്നും ആരും KPനെ കരയിപ്പിക്കാൻ വിചാരിക്കണ്ട. അങ്ങനൊന്നും KP തളർന്ന് വിചാരിക്കണ്ട. തളരൂല. അതെ, വർക്കിച്ചായം വിചാരിച്ച KP രക്ഷപ്പെടുത്താൻ പറ്റും. അല്ല, ഒന്നുമല്ലെങ്കിലും പുള്ളിക്കാരനില്ലായിരുന്നപ്പോ നമ്മളല്ലേ ഈ വാർഡ് നോക്കി നടത്തിയേ. അത് വേണ്ട. ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാനോ? അത് വേണ്ട. പിന്നെ ഒന്ന് ആലോചിക്കാലോ. അയ്യോ, ഇവിടെയൊക്കെ പുല്ലോ ക്ലീൻ ചെയ്ത് നമ്മൾ തൊഴിലുറപ്പുകാരെ വിളിച്ചിട്ട് സത്യോടും ചേച്ചി പൈസ ചോദിക്കാൻ വന്നല്ലേ ചേച്ചി? ചോദിച്ചോക്ക് ചേച്ചി, സത്യോട് ചോദിച്ചോക്ക്. ഇവരൊക്കെ കണ്ട ഞാൻ പൈസ ചോദിച്ചോ വല്ലോ തരുമെന്ന് ചോദിച്ചോ? കണ്ട ശശിയെ കണ്ടോ? ശശി ആയില്ല. ആറ്? അയ്യോ, ഇതിന് മേള. ആ അതെ ചേച്ചി, ശശി. ശശിയേട്ടാ ഒന്ന് വന്നേ. ശശി ഇയാളിതിന്റെ മേലെ ഉണ്ടായിരുന്നോ? ആകെ 3 എങ്ങിട്ടുള്ള ഇന്നോട്ടം കൊണ്ടുപോകണല്ലേ? ഇങ്ങനെയാണെങ്കിൽ കുറെ ഉണ്ടാക്കും. കഴിഞ്ഞ ആഴ്ചയല്ല അവിടെ തേങ്ങിട്ടത്.